സാറേ, ഇത് കണ്ടിട്ട് നോർമൽ ആക്സിഡന്റ് പോലെയാ തോന്നുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ ഒരു ഷർട്ടിന്റെ ചെറിയൊരു പീസ് ഇരിപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ മാർക്ക്? ഒന്നും കിട്ടിയില്ല സാർ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്ക്. ഓക്കെ സാർ. റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്നു. ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ സൂയിസൈഡ് എന്നാണ് പറയുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുണിക്കഷ്ണം അതൊരാളിന്റെ ഷർട്ടിൽ നിന്ന് കീറി വന്ന കഷ്ണമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ തുണിക്കഷ്ണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പെൺകുട്ടി മരിക്കുന്നതിന് മുമ്പ് ആരെയോ ബലമായി പിടിച്ചിരുന്നു. അപ്പോഴാണ് ഷർട്ട് കീറി വന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ആ പെൺകുട്ടി ട്രാക്കിലായിരുന്നു, പക്ഷെ അവളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു. പോലീസ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം തേടിക്കൊണ്ടിരുന്നു. അവർ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചിരുന്നു. പക്ഷെ ബോഡി ഡാമേജ് ആയിരുന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ മോനെ, നീ വന്നോ? നമസ്കാരം ആന്റി. നന്നായി വരും മോനെ. ഇനി പറ, ചണ്ഡീഗഡ് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു ആന്റി. ഇത്തവണ എനിക്ക് എന്തായാലും ജോലി കിട്ടുന്ന തോന്നുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവും മോനെ. ആന്റി, ഞാൻ വീട്ടിലേക്ക് ചെന്നായിരുന്നു. വാതിൽ മുട്ടിയപ്പോ ആരും കഥ തുറന്നില്ല. ഒരുപക്ഷെ അവൾ ഉറങ്ങായിരിക്കും. ചാവി തരുമോ? ഒന്ന് ഞാൻ നോക്കാം. ഒരു മിനിറ്റ്, നീ ഇവിടെ തന്നെ നിൽക്ക. ഇതാ ചാവി. താങ്ക് യു ആന്റി. ഞാൻ ഒന്ന് ചെന്ന് നോക്കിട്ട് വരാം. നയന, നയന, ഏടി പെണ്ണേ നയന. നയന, 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 നയന. ആന്റി, നയന വീട്ടിലില്ല. അവൾ എവിടെയാ പോയെന്ന് നിങ്ങൾക്കറിയോ? പക്ഷെ മോനെ, ഞാൻ ഇന്നലെ വൈകുന്നേരം അവളെ കണ്ടിട്ടില്ല. പിന്നെ അവൾ എങ്ങോട്ടേക്കാ പോയത്? എനിക്കറിയില്ല. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സാർ, ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് ബ്രെയിൻ ഹെമറേജ് കൊണ്ടാണ്. അതിൽ ആക്സിഡന്റ് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അവള് അന്തയാണല്ലേ? യെസ് സാർ, എനിക്ക് തോന്നുന്നത് ഇത് ആക്സിഡന്റ് കേസ് തന്നെയാണെന്നാ. പക്ഷെ അവളുടെ കയ്യില് ഷർട്ടിന്റെ ഒരു പീസ് ഉണ്ടായിരുന്നല്ലോ, അത്... സർ, സർ, എന്റെ അനിയത്തിയെ കാണുന്നില്ല സർ. അവളുടെ മിസ്സിംഗ് റിപ്പോർട്ട് എഴുതാൻ വന്നത്. എപ്പോ തൊട്ട് മിസ്സിംഗ്? സർ, ഒരുപക്ഷെ ഇന്നലെ രാത്രി തൊട്ടായിരിക്കും. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനുമായിരുന്നു. ഇന്ന് രാവിലെ ഒന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങളുടെ വയസ്സ് എത്രയാ? സർ, 19 വയസ്സ്. കുട്ടിയുടെ ഫോട്ടോ കയ്യിലുണ്ടോ? ആ, ഉണ്ട് സർ. ഇത് ഇത് സർ, അവൾക്കൊന്നും കാണാൻ പറ്റില്ല സർ. കാഴ്ചയില്ലാത്ത കുട്ടിയാ. ഫോൺ വിളിച്ചു നോക്കിയായിരുന്നോ? ആ സർ, എല്ലാം ട്രൈ ചെയ്താ. പക്ഷെ അത് വീട്ടിൽ തന്നെ ഉണ്ട് സർ. അവളങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്ത് പോവാത്ത കുട്ടിയാ സർ. എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം സർ. എത്രയും പെട്ടെന്ന് ഒരു റിപ്പോർട്ട് എഴുതണം സർ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തു പറ്റി സർ? എന്റെ അനിയത്തി മിസ്സിംഗ് ആണ് സർ. റിപ്പോർട്ട് എഴുതാൻ വന്നത് സർ. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ സിസ്റ്റർ ബ്ലൈൻഡ് ആണെന്ന്. അതെ സർ. ശരി, നിങ്ങൾ ഞങ്ങളോട് വാ. എന്താ സാർ പറ്റി? അവൾ ഓക്കെ അല്ലേ സർ? പോയി നോക്കാം. സാറേ, ആ കുട്ടി അന്ധയായിരുന്നതുകൊണ്ട് ആരെങ്കിലും കൂടിയില്ലെങ്കിൽ ഒരിക്കലും പുറത്തു വരില്ലായിരുന്നു.
അന്നത്തെ ആ ദിവസം അവളെ നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ സഹോദരനെ ഏൽപ്പിച്ചിരുന്ന അയൽത്തുകാരുണ്ടല്ലോ, അവരോട് പോലും പറയാതെ അവൾ പോയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാ, അവൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് പുറത്തു പോയത്. അവളെ ആരും എന്തോ ചെയ്തിട്ടുണ്ട്. അത് പുറത്തറിയിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന്? എനിക്കിപ്പോ 15 വയസ്സായിരുന്നു. അന്നു മുതൽ അവളുടെ ലൈഫ് അൺലക്കി ആയിപ്പോയി സർ. അവളുടെ 15th ബർത്ത്ഡേയിലായിരുന്നു ആക്സിഡന്റ് സംഭവിച്ചത് സർ. കണ്ണ് തുറക്കല്ലേ, ചീറ്റിംഗ് ഒന്നും പാടില്ല കേട്ടോ. ആ കണ്ണട കണ്ണട കണ്ണട. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇനി കണ്ണ് തുറക്ക്. പിന്നെ അതാണ് നിന്റെ ഗിഫ്റ്റ്. എന്തൊരു കടിയത്. ചേട്ടനെ വഴക്ക് പറയുന്നോ? നിന്റെ ബർത്ത്ഡേ അല്ലേ? തിന്നേണ്ടത് കേക്കല്ലേ, എന്നെയാണോ? ആ പിന്നെ ബർത്ത്ഡേ തുടങ്ങാൻ 10 മിനിറ്റ് ബാക്കിയുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് കുറയ്ക്ക്. അടയാളം വന്നു. ശരി ചേട്ടാ, മമ്മിയും പപ്പയും ഒന്ന് വിളിച്ച് എപ്പോഴാ വരുന്നെന്ന് ചോദിക്കും. ആ 1 മിനിറ്റ് സമയമായല്ലോ. ആ ഹലോ മോനെ. ആമേ നിങ്ങൾ എവിടെയാ? ഹാ ഐ തിങ്ക് അരമണിക്കൂർ എടുക്കും മോനെ. ഒന്ന് വേഗം വാ, അല്ലെങ്കിൽ രാക്ഷസൻ എന്നെ കടിച്ചു തന്നു. ഹലോ. ആ പറ മോളെ. മമ്മ എപ്പോഴാ വരിക? അരമണിക്കൂറിൽ വരും മോളെ. അരമണിക്കൂറൊന്നും പറ്റില്ല, 9 മിനിറ്റ് സമയം തരാം, വേഗം വാ. ഓക്കേ ശരി മമ്മ, എനിക്ക് പപ്പയോടൊന്നും മിണ്ടണം. മോളെ അച്ഛൻ ഡ്രൈവ് ചെയ്യാണ്. ഐ ഡോണ്ട് കെയർ, എനിക്ക് പപ്പയോട് മിണ്ടണം മിണ്ടണം മിണ്ടണം. ഇതാ നോക്ക്, നിങ്ങളുടെ പുന്നാര മോള്. എന്തൊരു വാശി അവക്ക്. സർ, അന്ന് ആ നിമിഷം തൊട്ട് ഞാൻ എൻ്റെ പെങ്ങൾക്ക് അച്ഛനും അമ്മയായി. ഞാൻ എപ്പോഴും അച്ഛൻ്റെ പുന്നാര മോളായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും മരിച്ചത് അവൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു സർ. പക്ഷേ നയനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ സങ്കടം ഒന്നും അല്ല. എത്ര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടോ അവൾ ടോട്ടലി അപ്സെറ്റ് ആയിരുന്നു സർ. അവളെ കൺസോൾ ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കരച്ചിലൊക്കെയാണ്. പിന്നെ സർ അതിനുശേഷം നയന ഭയങ്കര വീക്കായിപ്പോയി. സ്കൂളിൽ നിന്ന് കംപ്ലൈൻസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ നയനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് ഭയങ്കര വേദനയാണെന്ന് പറയാറുണ്ട്. ഒരുപാട് ടെസ്റ്റ് എടുത്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നയനയുടെ കണ്ണുകളിൽ യുവൈറ്റിസ് ആയിപ്പോയെന്ന്. അത് കണ്ണിൽ പടർന്നു കയറുന്ന ഒരു രോഗമാണ്. ആൻഡ് ക്രമേണ അവളുടെ കാഴ്ച നഷ്ടപ്പെടുന്നു പറഞ്ഞു. സർ, സർജറി അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലെന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് സർ. പക്ഷേ സർ, സർജറി വളരെ കോസ്റ്റ്ലിയാ. എനിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല സർ. പിന്നെ സർ, എൻ്റെ കൊച്ചച്ഛനാണ് ഹെൽപ്പ് ചെയ്തത്. പിന്നെ സർ, അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ വെച്ച് പോയിരുന്നു. പക്ഷെ അത് കൃത്യമായി യൂസ് ചെയ്യാൻ സഹായിച്ചത് കൊച്ചച്ഛനും കൊച്ചമ്മയാണ് സാറ്. മോനെ, എനിക്ക് നിന്നോടൊരു പ്രധാന കാര്യം പറയാനുണ്ട്. മോളെ നേന, നീ ഒന്ന് അകത്തേക്ക് പോ. ഇല്ല, എന്തായാലും എന്റെ മുമ്പ് വെച്ച് പറഞ്ഞാൽ മതി. മോളെ നീ അകത്ത് പോ. ഞാൻ അകത്തേക്ക് പോയില്ലെന്ന് പറഞ്ഞില്ലേ? നേന പ്ലീസ് ഒന്ന് അകത്തേക്ക് ചെല്ല്. ആർക്കും എന്നെ മനസ്സിലാവില്ല, ആർക്കും എന്നോട് സ്നേഹമില്ല. ഞാൻ ആരോടും മിണ്ടാൻ പോകുന്നില്ല. മമ്മയുടെ പപ്പയുടെയും കൂടെ മരിച്ചു പോയാൽ മതിയായിരുന്നു. ഐ ആം സോറി, അവൾക്ക് പിടിവാശിച്ചിരി കൂടുതലാ, പെട്ടെന്ന് ദേഷ്യം വരുന്നത്. നോക്ക് മോനെ, നീ അവളെ ഇപ്പൊ തന്നെ നിയന്ത്രിക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. ശരിയാ ചെറിയമ്മ, പക്ഷെ ഡോക്ടർ പറഞ്ഞത് നയനയുടെ ട്രീറ്റ്മെന്റിന് 12 ലക്ഷം ആകുന്ന. കൊച്ചെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. മോനെ, നിന്റെ അച്ഛന്റെ കയ്യിൽ എത്രമാത്രം കാശുണ്ടായിരുന്നു? എല്ലാം അവസാനിച്ചു. FD-യിലുണ്ടായിരുന്ന കാശും തീർന്നു. ഇനി വീട് വിൽക്കുന്നതല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. സാർ, ധൃതി പിടിച്ച് വീട് വിറ്റതുകൊണ്ട് എനിക്ക് നല്ലൊരു തുക കിട്ടിയില്ല. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ വീട് വിറ്റത്. ഞങ്ങളുടെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല.
അതിനുശേഷം ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നത്. സർ, ഗ്രാജുവേഷൻ കഴിഞ്ഞത് ഞാൻ ജോലിക്ക് പോയി, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട്. എൻ്റെ അനിയത്തില്ലാതെ എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല സർ. നിങ്ങൾ രണ്ടുപേരും നയനയുടെ മുത്തച്ഛനും മുത്തശ്ശിയാണോ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും വേറെ താമസിക്കല്ലേ? അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം നിങ്ങൾക്ക് അവരെ കൂടെ താമസിപ്പിക്കണം തോന്നിയില്ലേ? അത് നിങ്ങളുടെ ചുമതലയല്ലേ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് സർ. പക്ഷെ സാഹചര്യം അന്ന് വേറെ ചിലതായിരുന്നു. എനിക്കന്ന് ശരിക്കൊരു ജോലിയില്ലായിരുന്നു. അതുമല്ല, കുട്ടികളുടെ സ്കൂൾ ഇവിടെയായിരുന്നു. കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ വലിയ ചെലവല്ലേ? ഒരുപക്ഷെ ഞാൻ ഇതെല്ലാം കൂടെ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവരുടെ സ്വന്തമായിട്ടുള്ള കെട്ടിടം ഇവിടെ വിൽക്കേണ്ടി വന്നേനെ. അതെനിക്ക് താല്പര്യമില്ലായിരുന്നു. ചേട്ടന്റെ ഒരേ ഒരു കെട്ടിടം അവരുടെ മക്കളുടെ പേരിലുള്ളത്, അത് വിറ്റിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. അതുപോലെ ജനങ്ങൾ പറയത്തില്ലേ, ചിറ്റപ്പ എല്ലാം വിറ്റോണ്ട് പോയെന്ന്. നിങ്ങൾ എപ്പോഴും നയനയുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇല്ല സർ, നേനയായിട്ട് വളരെ കുറച്ച് സംസാരിക്കാറുള്ളൂ. വിരാട്ടിനോടാ കൂടുതൽ സംസാരിക്കുന്നത്. അവൻ അവന്റെ സഹോദരിയെ സ്വന്തം മോളെ പോലെയാ നോക്കിയത്. അവനെ സമ്മതിക്കണം. ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ടുപോലും അത്ര പറ്റില്ലായിരുന്നു. ഓക്കെ സാറേ, അന്ന് നൈന മേഡത്തിനെ പുറത്തു പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടില്ല. നീ പറയുന്നത് കള്ളമാണ്. ആ സമയത്ത് നയന വീട്ടിലുണ്ടായിരുന്നു, പിന്നീടാണ് പുറത്തു പോയത്. റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ബോഡി കിട്ടിയത്. നിങ്ങൾ ആരും അവളെ കണ്ടില്ലെങ്കിൽ ഡ്യൂട്ടിയിൽ കെയർലെസ് ആയിരുന്നു അർത്ഥം. നീ കുറഞ്ഞായിരുന്നു. അല്ല സാറേ, എന്റെ ഡ്യൂട്ടി അന്ന് മെയിൻ എൻട്രൻസിലായിരുന്നു. ഞാൻ സത്യമായിട്ട് ഉറങ്ങില്ല സാറേ. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോയായിരുന്നു. ബാക്കി ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു സാറേ. അപ്പൊ നീയോ? സാറേ, ഞാൻ ബാക്ക് സൈഡ് ഗേറ്റിലെ സാർ നിന്നത്. സത്യം പറയടാ, പറയേ. സാറേ, കസാലയിൽ ഇരുന്നപ്പോ അറിയാതെ 10 മിനിറ്റ് ഉറങ്ങിപ്പോയി സാർ. നിനക്കെന്താ കണ്ണ് കാണില്ലേ? പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങ. അവിടെ കിടന്ന് ജോലി ചെയ്താൽ മതി. ഓടാ. റാത്തോ, എനിക്ക് ആ ബിൽഡിങ്ങിന്റെ CCTV ഫുട്ടേജ് വേണം, എൻട്രി രജിസ്റ്റർ, അവിടുത്തെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റും വേണം. ചെല്ലേ. എനിക്ക് അതെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്. അവള് ഞങ്ങളുടെ മോളെ പോലെയായിരുന്നു. ഈ നൈനെ കാണാനായിട്ട് വേറെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല, അവരെ രണ്ടുപേരെയും കാണാൻ അങ്ങനെ ആരും വരാറില്ലായിരുന്നു. വിരാടിന്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, രാജശ്രീ. പക്ഷെ അവളുമായി അവൻ ബ്രേക്കപ്പ് ആയി. അതിനുശേഷം വിരാടിന്റെ ജീവിതം തന്നെ നയനയെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു. സാർ, പിന്നെ കുറച്ചു ദിവസം മുമ്പ് വിരാട് എന്നോട് പറഞ്ഞത് അവൻ ഇന്റർവ്യൂവിനൊരു കോള് വന്നെന്ന് ചണ്ഡീഗഡിന്ന്. പക്ഷെ എന്തോ അവൻ അങ്ങോട്ട് പോകാൻ തീരെ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. തൻ്റെ അനിയത്തിയെ തനിച്ചാക്കി പോകാൻ അവന് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം അവൻ പോകാന്ന് സമ്മതിച്ചു. പിന്നെ വിരാട് പോയതിനു ശേഷം നയന ഞങ്ങളുടെ ഉത്തരവാദിത്തമായി മാറി. പാവം പെണ്ണ്, അവളെ ഇങ്ങനെയൊക്കെ. നിങ്ങളുടെ ചുമതലയോ? അപ്പോ ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഇല്ല സാർ, ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. സാറേ, CCTV ഫുട്ടേജ് ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ നൈന പുറത്തു പോയ ഒരു ഫുട്ടേജും കണ്ടില്ല. സ്ട്രേഞ്ച്. പക്ഷേ സാറേ, പുറകിലത്തെ ഗേറ്റിലെ CCTV കംപ്ലൈന്റ് ആണ്. ഒരുപക്ഷെ അതുവഴി നയന പുറത്തു പോയെങ്കിൽ എന്തു പറയാൻ പറ്റും? ഈ ക്യാമറ എന്ന് മുതലാ കേടായത്? സാർ, അതൊരു 10-15 ദിവസമായിട്ടുണ്ടാവും. സെക്രട്ടറി സാറിന് അറിയാം, പക്ഷേ എത്ര വിളിച്ചാലും ടെക്നീഷ്യനും വരുന്നില്ല സാറേ. അവന്റെ സർവീസ് വളരെ മോശം സാർ. ഇത് എങ്ങനെ കയറിയത്? സാർ, ചിലരുടെ ഒക്കെ എൻട്രി ഇടാൻ പറഞ്ഞ് നന്നായിട്ട് ദേഷ്യപ്പെടും. അന്നും അങ്ങനെയാ സാർ സംഭവിച്ചത്. സാറേ, എൻട്രി ഇട്ടിട്ട് പോ സാറേ. ഞാൻ ആരാന്ന് തനിക്ക് അറിഞ്ഞൂടെ? അറിയാം സാർ. പിന്നെന്താ? പക്ഷെ എൻട്രി ഇട്ടില്ലെങ്കിൽ എന്റെ പണി പോകും സാറേ. ഇവിടുള്ള ആൾക്കാരാണെങ്കിലും എൻട്രി ഇടാതെ ഞാൻ അകത്തേക്ക് വിടാറില്ല സാറേ. കേടോ, ഞാൻ ഇവിടെ തന്നെയല്ലേ താമസിച്ചോണ്ടിരുന്നത്. നിങ്ങൾ താമസിച്ചിരുന്നത് ശരിയാ, പക്ഷെ ഇപ്പൊ താമസിക്കുന്നില്ലല്ലോ. എൻട്രി ഇട. ഒന്ന് പോടോ സാറേ. എൻട്രി ഇടാതെ പോകാൻ പറ്റില്ല സാർ. എൻട്രി ചെയ്യും സാർ.
അയാളുടെ ഒരു ഒടുക്കത്തെ എൻട്രി. CCTV ഫുട്ടേജിനകത്ത് ഇൻസിഡന്റ് ഉണ്ട് സാർ. അന്ന് ആരാ വന്നതെന്ന് തനിക്കറിയാമല്ലോ. ആരായിരുന്നു അത്? സാറേ അവന്റെ പേര് ജതിൻ ദാ. അവൻ അലുവലിയ സാറിന്റെ മകനാണ് സാർ. എന്ത്? താൻ എന്താണ് പറഞ്ഞത്? തനിക്ക് കുട്ടികളൊന്നും ഇല്ലെന്നോ? താൻ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളോട് കള്ളം പറയായിരുന്നോ? സാർ, ഞാൻ കള്ളം പറഞ്ഞല്ല. എനിക്ക് ആരെയും രക്ഷിക്കുകയും വേണ്ട. എനിക്ക് മക്കൾ ആരും ഇല്ല സാർ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രക്തബന്ധം അങ്ങനെയൊന്നും ഇല്ലാതാകില്ല. അവൻ നമ്മുടെ ചോരയാണ്. എനിക്ക് അങ്ങനെ ഒരു മകനില്ല. അവൻ എപ്പോഴും മരിച്ചുപോയി. ഞാൻ അവനുമായിട്ടുള്ള എല്ലാ ബന്ധം അവസാനിപ്പിച്ചതാ. അഥവാ അവൻ ഈ സൊസൈറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നയനെ കൊന്നത് അവൻ തന്നെയായിരിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഇൻസ്പെക്ടർ സാർ, എന്റെ മകൻ അന്ന് സൊസൈറ്റിയിലേക്ക് വന്നു എന്നത് സത്യമാണ്. പക്ഷേ അവൻ വന്നത് എന്നെ കാണാനാ, അവന്റെ അമ്മയെ കാണാൻ. അമ്മയെ കാണാനല്ല, പൈസ വാങ്ങിക്കാൻ വന്നാണ്. പൈസ വാങ്ങിക്കാൻ. നിങ്ങൾ പറ, അന്ന് എന്താ സംഭവിച്ചത്? മോനെ, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ ജീവനോടെ ഉണ്ടെന്ന് പറയാൻ വന്നതാ. മിണ്ടല്ലടാ, നീ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്നെ കാണാൻ വരാനിരുന്നതാ. നിങ്ങൾ വരുന്നത് വരെ ആ മേടിച്ചു വെച്ച വീടിനും ആ കടയ്ക്കുള്ള വാടക കൊടുക്കണ്ടേ? എനിക്ക് ജോലിയും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പിച്ച എടുക്കുന്നത്. എന്തിടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കുള്ളതെല്ലാം നിന്റെത് കൂടെയാ. എന്നാ ചെന്ന് കുറച്ച് കാശ് എടുത്തോണ്ടോ. അപ്പോ നീ ഇവിടെ തന്നെ നിൽക്ക, ഞാൻ ഇപ്പൊ വരാം. ഇൻസ്പെക്ടർ സർ, എന്റെ മോൻ തെറ്റുകാരനല്ല. അവൻ കുറച്ച് ബാഡ് ഹാബിറ്റ്സിന് അടിമയായി പോയി. കുറച്ചൊന്നും അല്ല സാർ, അവനിൽ എല്ലാ തെറ്റുകളും ഉണ്ട്. ഡ്രഗ്സ് കഴിക്കും, മദ്യം കഴിക്കും, ചൂത് കളിക്കും, പിന്നെ പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. ഈ വിളിപ്പടം വിചാരിക്കുന്നത് അവൻ ജോലി തേടി നടക്കുകയാണെന്നാണ്. പക്ഷെ സാറേ, ഞാൻ അവനെ കഴുത്തിൽ പിടിച്ച് പുറത്തു തള്ളിയതാണ്. ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. പക്ഷെ അവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നില്ല. റോസ്കൽ, നിന്റെ സ്വന്തം അപ്പനാണ് പറഞ്ഞത് നീ ആ സൊസൈറ്റിയിൽ അന്ന് വന്നിരുന്നെന്ന്. നൈനയുടെ മരണത്തിന് പിന്നിൽ ഉറപ്പായിട്ട് നിന്റെ കൈകളാണ്. എന്നിട്ട് നീ പറഞ്ഞു നീ ഒന്നും ചെയ്തില്ലെന്ന്. പറയടാ. സർ, സത്യമായിട്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. റാത്തൂർ, ഇവനെ ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല. ചോദിക്കേണ്ട രീതിയിൽ സർ വേണ്ട സർ. സർ വേണ്ട, ഞാൻ എല്ലാ സത്യവും പറയാം സർ. വേണ്ട സർ, പ്ലീസ് സർ. സർ, സംഭവിച്ചതിനൊക്കെ കാരണം എന്റെ അച്ഛൻ തന്നെയാണ് സർ. അതെന്താ സംഭവിച്ചത്? സർ, ഞാൻ ഒരു അല്പം കൺഫ്യൂസ് ആയി പോയി സർ. വിരാട്ട് നയനെ പുതിയതായിട്ട് ഈ സൊസൈറ്റി വന്നെന്ന് അറിഞ്ഞപ്പോ ഞാൻ അവരെ കാണാൻ പോയപ്പോ എനിക്ക് നയനെ അവിടെ വെച്ച് ഇഷ്ടപ്പെട്ടു. നയനെ തിരിച്ചു വരുമ്പോ വീട്ടിൽ തനിച്ചാണെന്ന് അറിഞ്ഞപ്പോ അവരുടെ വീട്ടിന്റെ എക്സ്ട്രാ ചാവി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും സർ. ഞാനൊരു അല്പം കൺഫ്യൂസ് ആയി പോയി സർ. അമ്മ, ആരാ നോക്കിയേ? ഒരു കാര്യം നീ ചെയ്യണ്ട, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അല്ല വിരാട് മോനെ, നീയോ? ആന്റി, ഞാനൊരു ജോലിക്കാരായിട്ട് പുറത്തേക്ക് പോവാ. വൈകുന്നേരം ആകുമ്പോ എത്തും. നയന വീട്ടിൽ ഒറ്റയ്ക്കാ. ഒരു കണ്ണവിടെ ഉണ്ടാവണം ആന്റി. ഇതേ ആന്റി വീട്ടിന്റെ ചാവി. അത് വെച്ചോളൂ. ഞാൻ ഇറങ്ങട്ടെ ആന്റി. നീ വേഗം റെഡിയാവ്, അച്ഛൻ ഇപ്പൊ വരും. ആ ശരി ശരി, വരാം. ആരാ ആരാ ചോദിച്ചു കേട്ടില്ല, ആരാന്ന്?
അതിന്റെ മോനെ, അത്ര വൃത്തികെട്ട ഒരു കാര്യം ചെയ്തിട്ട് നിനക്ക് നാണം തോന്നില്ല അല്ലേ? പറയടാ. സർ ദയവ് എന്നോട് ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാ. പറയേ, നീ എത്ര പ്രാവശ്യം ഈ പണി ചെയ്തിട്ടുണ്ട്? സർ ഒന്നും ഒരു പ്രാവശ്യം മാത്രമാ. സത്യത്തെ അവളെ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല സർ. തൊട്ടില്ലെന്നോ? പറടാ. ഒരൊറ്റ പ്രാവശ്യം മാത്രം. പോലീസിന്റെ സംശയം ജതിന്റെ മേലെ വന്നിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് പോലീസിന് വ്യക്തത വന്നില്ല. ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് നൈന എന്തായാലും സ്വയം ജതിന്റെ കൂടെ പോകില്ല. ഒരു പക്ഷേ ജതിൻ അവളെ ബലമായി കൊണ്ടുപോയാൽ ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടാവണ്ടേ, അവളുടെ ശബ്ദം കേട്ടിട്ടുണ്ടാവണ്ടേ? അതെന്തുകൊണ്ടില്ല? സത്യം എന്താണെന്ന് വെച്ചാൽ നൈന പരിചയമുള്ള ആളുടെ കൂടെയാണ് പോയിരിക്കുന്നത്. പോലീസിന് കൂടുതൽ വിവരങ്ങൾ വേണമായിരുന്നു. നൈനയെ പറ്റി, വിരാടിനെ പറ്റി, ഇവരുടെ ജീവിതം, ഇവരുടെ അയൽക്കാർ, ബന്ധുക്കൾ, എല്ലാരെയും പറ്റി. നയനെ നിനക്ക് എത്ര നാളുടെ അറിയാം? സാർ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് സാർ. പക്ഷേ ലാസ്റ്റ് 1 ഇയർ ആയിട്ടാണ് ഞങ്ങൾ ക്ലോസ് ആയത് സാർ. പിന്നെ അവളുടെ കാഴ്ച പോയി, അപ്പൊ നീ അവളെ ഉപേക്ഷിച്ചു അല്ലേ? അല്ല സാർ, നൈനയ്ക്ക് കാഴ്ചയില്ലെങ്കിലും ഞാൻ അവളെ സ്വന്തമാക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവിച്ചേ? സാറേ, നൈനയ്ക്ക് ഒരുതരം ഭ്രാന്താ. ഭ്രാന്തോ? നീ ഇപ്പൊ പറഞ്ഞു വരുന്നത് നയനയ്ക്ക് ഭ്രാന്താണെന്നാണോ? അല്ല സാർ, ദിവസം കൂടുന്നവർ അവളുടെ അസുഖം കൂടുമായിരുന്നു. ഞാൻ അവളെ ശരിക്കുമാണ് സ്നേഹിച്ചത്. പക്ഷേ എൻ്റെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി ഏത് സമയം വിളിച്ച് ശല്യമായിരുന്നു സാറേ. കാണണം എന്നും പറയും. ഞാൻ എന്നെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു സാറേ. ഒരു ദിവസം ഞാൻ പിസ്ഡ് ഓഫ് ആയി അവളെ കണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോയി. നേരിട്ടങ്ങ് പറഞ്ഞ പോരെ, അന്തയായ ഒരു പെൺകുട്ടിയെ നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറയാൻ നാണക്കേടാന്ന്. ഇതിലെനിക്ക് എന്ത് നാണക്കേടാണ് നൈന? നിനക്കറിയാലോ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് യു, ബട്ട് ഐ എം സോ ബിസി വിത്ത് മൈ വർക്ക്. എനിക്കെല്ലാം അറിയാം, നിനക്ക് ഒരു ബിസി ഇല്ല. കണ്ണി കാണുന്ന പെൺകുട്ടികളുടെ കൂടെ കറങ്ങി നടക്കല്ലേ നീ? എനിക്കെല്ലാം അറിയാം. അല്ല നൈന, അങ്ങനെയൊന്നും അല്ല. ഞാൻ വിചാരിച്ചു നിനക്ക് വീട്ടിലിരുന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ടാവുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനത്തെ ചിന്തകളൊക്കെ തോന്നുന്നേ. വൈ ഡോണ്ട് യു ഗോ ആൻഡ് ജോയിൻ ദി ബ്ലൈൻഡ് സ്കൂൾ? കീപ് യുവർസെൽഫ് ബിസി നൈന. ബിസി? എന്നെ ഇവിടെ ബിസിയാക്കി നിർത്തിയിട്ട് നിനക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടല്ലേ? നീ ഒരു സത്യം പറഞ്ഞേ, നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ട പെണ്ണ് വളരെ ധൈര്യശാലിയായിരുന്നു. അവൾക്ക് ഒരുപാട് എയിമും ഉണ്ടായിരുന്നു. അവളിപ്പോ നീ അല്ല നൈന. ഇറ്റ്സ് ഓൾ ഓവർ നൈന. ഇല്ല ഇല്ല, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. നീ മാറ്. ഇല്ല ഇല്ല ഇല്ല, നീ എന്നെ വിട്ട് പോകരുത്, പ്ലീസ് പോകരുത്. നൈന, leave me by. വേണ്ട, എന്നെ വിട്ട് പോകരുത്. യോഗി, I'm really sorry. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. യോഗി, എന്നെ വിട്ട് പോകരുത്, പ്ലീസ്. യോഗി, എന്നെ വിട്ട് പോകരുത്. എന്നെ തടഞ്ഞു നിർത്താൻ അവൾ ഒരുപാട് ശ്രമിച്ചതാ സാറേ. പക്ഷെ നടന്നില്ല. എനിക്ക് മനസ്സിലായി അവളുടെ ലൈഫിൽ ഞാൻ എല്ലാ ഭാഗത്തിലും അവളെ വീക്കാക്കുമായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് തവണ ഫോൺ ചെയ്തു, മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ അതിനൊന്നും ഒരിക്കലും റിപ്ലൈ കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വിട്ട് അവളുടെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരം പോകാൻ തീരുമാനിച്ചു. സർ, ആ വിരാട് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഈ കത്ത് അവന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഞാനും നിന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പൊ അവൻ ഓക്കെയാണ്, പക്ഷെ നാളെ വൈകിട്ടേ ഡിസ്ചാർജ് ആവത്തുള്ളൂ. പക്ഷെ വലിയ ഡിപ്രഷനിലാണ് ഉള്ളത്. അയാളെ തനിച്ചുവിടാൻ പാടില്ല, കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ സർ. നൈനെ യോഗേഷ് ആണോ കൊന്നത്, അതോ ജതിനാണോ കൊന്നത്? അതോ അല്ലെങ്കിൽ ഡിപ്രഷൻ തലയ്ക്ക് പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണോ? പോലീസ് ആ ബ്ലൂ ഷർട്ട് ഇട്ട ആളുടെ പറ്റി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ കിട്ടിയില്ല. വിരാടിന്റെ അവസ്ഥ ഭേദമായപ്പോൾ ഡോക്ടേഴ്സ് അയാളെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ പോലീസ് അയാളുടെ ആത്മഹത്യക്കെതിരായിട്ട് കേസെടുത്തില്ല. പകരം അയാളെ ഭ്രാന്താശുപത്രിയിലാക്കി ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഡിപ്രഷൻ ഒരു വ്യാധിയായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ചികിത്സ എളുപ്പമാണ്. ജനങ്ങൾ അതിനെ ഭ്രാന്താശുപത്രി എന്ന് വിളിക്കുന്നു. ആദ്യം നയന ഡിപ്രഷനിലായി, ഇപ്പോൾ വിരാടും. പോലീസിന് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല,
ഇവിടെ നയനയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്? നയനയുടെ ജീവിതത്തിലെ അവസാനത്തെ 24 മണിക്കൂർ പോലീസ് ഇഴകീറി പരിശോധിക്കാൻ തുടങ്ങി. അവരാദ്യം കണ്ടത് ആലുവാലിയെയാണ്. സർ, ഞാൻ ഉച്ചയ്ക്ക് അവളുടെ മുറിയിലേക്ക് പോയപ്പോ അവള് വളരെ ഹാപ്പി ആയിരുന്നു. എനിക്കും വളരെ സന്തോഷം തോന്നി. ഇതാ നോക്ക്, ഞാൻ എന്റെ മോളുടെ എല്ലാ ഇഷ്ടപ്പെട്ട ഡ്രസ്സും പുറത്തെടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ ഏത് ഡ്രസ് ഇടണ്ടേന്നും കൂടി പറഞ്ഞേക്ക്. ഇതാണോ അതോ ഇതോ? എന്തു പറ്റി? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വേഗം പറയാ ആന്റി, അല്ലെങ്കിൽ ഞാൻ ഇതിടട്ടെ. എന്റെ മോള് എല്ലാ ഡ്രസ്സിലും സുന്ദരിയാണല്ലോ. എന്നാ പിന്നെ ഈ ബ്ലൂ ഡ്രസ് ഇട്ടോ, ഇതിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ശരി. ഒരു കാര്യം പറ, ഇന്ന് നീ എങ്ങോട്ടാ പോകുന്നത്? നേരത്തെ പറയണം. 5 മണിക്ക് ശേഷം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവില്ല. ഒരു കുഴപ്പമില്ല ആന്റി, എനിക്ക് ആന്റിയുടെ ആവശ്യമില്ല. അതെയോ? യോഗി എന്നെ വിളിച്ചിരുന്നു. ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി കറങ്ങാൻ പോവാ. അത് നന്നായി. ആന്റിക്കറിയാം, ഞങ്ങൾ രണ്ടും പാച്ചപ്പായി. എനിക്ക് നേരത്തെ അറിയായിരുന്നു, ഞങ്ങൾ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാനേ പറ്റില്ല. ഇത് വളരെ നല്ല കാര്യം. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ വേഗം നിന്നെ ഈ ഡ്രസ്സിൽ ഒരുക്കി തരാം. ശരി ശരി, എന്നാ വേഗം ആവട്ടെ, സമയം പോന്നു. അതിനുശേഷം ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു. അവിടുന്ന് വന്നു. പിന്നെ നിങ്ങൾ അവളെ കണ്ടില്ലേ? ആരുടെ കൂടെ പോയി, എന്തിനു പോയി, ആരെങ്കിലും അവളെ കാണാൻ വന്നൊന്നും അറിയില്ലേ? എനിക്കറിയില്ല സർ. നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ നോക്കാണോ അതോ സ്വന്തം മോനെ രക്ഷിക്കാൻ നോക്കുന്നോ? ഇല്ലില്ല സർ, അവൻ തെറ്റായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇപ്പോ അവൻ മാറിപ്പോയി. അവൻ ഒരുപാട് മാറി. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു സത്യമേ പറയുന്നത്. ഞാൻ ആദ്യം നയനെ തെറ്റായ രീതിയിൽ തന്നെ കണ്ട, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ശരിക്കും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവളെ കല്യാണം കഴിക്കാനും തയ്യാറാ. പ്ലീസ് എന്നെ അവളുടെ അടുത്ത് കൊണ്ടുപോകുമ്പോ. നീ ഭ്രാന്ത് പറയല്ലേ. നോക്ക്, നിന്റെ അച്ഛൻ വന്നാലേ ഇങ്ങനെ പറയുന്നത് കേട്ടാ നിന്നെ കൊല്ലും. ഇപ്പൊ നിങ്ങൾ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് പോയിക്കോളാം. നീ ഒന്ന് സമാധാനിക്ക. എനിക്ക് കുറച്ച് സമയം താ. ഞാൻ നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ വിരാടിനോടും സംസാരിക്കണം. നീ എന്നോട് സത്യം ചെയ്യ. നീ ധൃതി വെച്ച് ഒന്നും ചെയ്യരുത്. എല്ലാം നമ്മുടെ കൈവിട്ടു പോകും. പറഞ്ഞ മനസ്സിലായോ? ഒന്നും ചെയ്യില്ലല്ലോ. അതിനുശേഷം ഞാൻ അവനെ പറഞ്ഞയച്ചു. അവൻ വീട്ടിൽ നിന്ന് പോയി. പക്ഷേ പേടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവൻ ചാവി കയ്യിൽ എടുത്തോണ്ട് പോയിരുന്നു. സാർ, ഞാനൊരു മീറ്റിംഗിലായപ്പോലും എല്ലാ സമയം ഞാൻ നയനെ കോൾ ചെയ്യും. അങ്ങനെ ഒരു ഇന്റർവ്യൂന്ന് എനിക്ക് ബ്രേക്ക് കിട്ടിയപ്പോഴേ ഞാൻ നയനെ കോൾ ചെയ്യാൻ ശ്രമിച്ചത്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി ഉണ്ടാവും സാർ. ഹലോ ചേട്ടാ, ചേട്ടൻ എപ്പോഴാ വീട്ടിലേക്ക് വരിക? നയന, എന്റെ ട്രെയിൻ ഇന്ന് രാത്രിയാണ്. ഞാൻ നാളെ രാവിലെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തും. എന്താ കാര്യം? നീ വളരെ ഹാപ്പി ആണല്ലോ. ചേട്ടനൊരു കാര്യം അറിയോ? ഞാൻ യോഗേഷിന്റെ കൂടെ പുറത്തു പോവാ. യോഗേഷോ? എന്തിന്? ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ചേട്ടാ. എനിക്കറിയാം ചേട്ടൻ അവനെ അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന്. ബട്ട് ട്രസ്റ്റ് മീ, അവൻ വളരെ നല്ല പയ്യനാ. ചേട്ടൻ എന്റെ സന്തോഷം എന്താണോ അത് നോക്കിയാ പോരെ. പക്ഷെ നയന, യോഗേഷ് ഓൾറെഡി നിന്നൊരു തവണ തള്ളി പറഞ്ഞതല്ലേ, പിന്നെ വീണ്ടും നിന്നെ അവന്റെ പുറകെ. അപ്പൊ ചേട്ടൻ എന്താ പറയുന്നേ? എന്റെ ജീവിതത്തിലേക്ക് ആരും വരാൻ പാടില്ലേ? നീ മാത്രം നിന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഏത് നേരം കറങ്ങി നടക്കുമല്ലേ? എന്നെ കുറിച്ച് ഒരു ചിന്തയില്ല നിനക്ക്. ഞാൻ ഇനി ചേട്ടനോട് മിണ്ടാനേ പോകുന്നില്ല. ഐ ഹേറ്റ് യു. ഞാൻ പറയുന്ന ബൈ ചേട്ടാ. നയന. അതിനുശേഷം ഞാൻ നയനെ 2-3 തവണ കോൾ ചെയ്തതാ. പക്ഷെ അവള് ഫോൺ എടുത്തില്ല. ആ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ചണ്ഡീഗറിലായിരുന്നു സാർ. സാർ, ഞാൻ നയനയ്ക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂവിന് വേണ്ടി ബിസി ആയി പോയി സാർ. അതിനുശേഷം ഞാൻ ആൻറ്റീനെ കോൾ ചെയ്തിരുന്നു സാർ. അപ്പോൾ ആൻറ്റി പറഞ്ഞു അവള് കിടന്നു എന്ന്. റാട്ടോർ, നയന ഉച്ചയ്ക്ക് 2 മണി വരെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് 5 മണിക്ക് ശേഷമാണ് മരണം നടന്നതെന്ന്. അപ്പോൾ 2 മണിക്കും 5 മണിക്കും ഇടയിൽ എന്താ സംഭവിച്ചത്? സാർ, ഞാൻ അത് പറയാൻ വേണ്ടി പോയതാ. ഞാൻ 3 വർഷത്തേക്ക് സിംഗപ്പൂരിലേക്ക് പോവാ, ഹയർ സ്റ്റഡീസിന് വേണ്ടി. അവളോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാ. ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് എൻ്റെ ലൈഫിലൊരു ഹയർ ലെവലിലേക്ക് പോകണം. പക്ഷേ നീ സിംഗപ്പൂർക്ക് പോവാ? അച്ഛൻ്റെ തീരുമാനം. അച്ഛൻ പറഞ്ഞു അതോ നിന്റെ ലൈഫിലേക്ക് പുതിയതായിട്ട് വന്ന ആ പെണ്ണ് പറഞ്ഞോ? നീ എന്തെങ്കിലും അനാവശ്യമായിട്ട് സംസാരിക്കുന്നേ? ആവശ്യമില്ലാത്തതോ? ഇതൊക്കെ നിനക്ക് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളല്ലേ? എന്നെ ആവശ്യമില്ലേ? ഇല്ല, ഞാൻ നിന്നെ ഇങ്ങോട്ട് വിടില്ല. നീ എന്റെ മാത്രം. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിടില്ല. നിനക്ക് വട്ടായി. എനിക്കറിയില്ല നിന്റെ ചേട്ടൻ എങ്ങനെ നിന്നെ സഹിക്കുന്നത്. തൽക്കാലം ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി സാറ്. അടുത്ത ദിവസം രാവിലെ എനിക്ക്
സാറേ, ഇനി ഒരു ജതിനും കൂടെ ഉള്ളൂ ചോദ്യം ചെയ്യാൻ. ആർക്കേ യോഗേഷ് നയനെ മീറ്റ് ചെയ്തത് 2 മണിക്കാണ്. പക്ഷെ നയന മരിച്ചത് 5 മണിക്കും. ഇതിനിടയിലെ 3 മണിക്കൂർ. അപ്പോൾ അവിടെ ആരാ വന്നത്? അപ്പോ ജതിനായിരിക്കും അവിടെ വന്നത്. റാട്ടൂർ, വിരാടിന്റെ ഇന്റർവ്യൂ 9-ാം തീയതിയാണ്. അവൻ 7-ാം തീയതി വീട് വിട്ടുപോയി. 10-ാം തീയതിയാണ് തിരിച്ചു വന്നത്. അവന്റെ സഹോദരിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മാത്രമല്ല, അവന് ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്, റാഷി. പക്ഷെ കുറച്ചു നാള് മുൻപ് അവന് ബ്രേക്കപ്പ് ആയിരുന്നു സാർ. കാരണം വിരാട് കൂടുതൽ സമയം അവന്റെ പെങ്ങളെ പരിചരിക്കാൻ വേണ്ടി ചെലവാക്കുന്നുണ്ടായിരുന്നു. നയന സ്കൂൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പഠിത്തം നിർത്തി. വിരാട് പിന്നെ അവളെ ബ്ലൈൻഡ് സ്കൂളിൽ അഡ്മിഷൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നയന അത് വേണ്ടെന്ന് വെച്ചു. സാർ, നയനയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. നയനയുടെ കണ്ണിന്റെ കാഴ്ച പോകുന്നതിന് മുമ്പുള്ള ബന്ധമായിരുന്നു. ഒരുപക്ഷെ അന്ധയായുള്ള ഒരു കുട്ടിയെ അവന് ഗേൾഫ്രണ്ടായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവളുമായിട്ടുള്ള ബന്ധം അവൻ ഉപേക്ഷിച്ച് കളഞ്ഞത്. അതിന് ഇതുമായിട്ട് ബന്ധം ഉണ്ടാവും. ആ കാര്യത്തിൽ നയനയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ യോഗേഷിനെ വീണ്ടും കോൾ ചെയ്തത്. ആ അങ്കിളും ആന്റി അത്ര മോശമല്ല. നയനയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വിരാജ് ആ ബിൽഡിംഗ് വിറ്റപ്പോ മാർക്കറ്റ് റേറ്റിനേക്കാളും വളരെ കുറച്ചാണ് അവൻ വിറ്റത്. ഈ അങ്കിളാ അത് മേടിച്ചേക്കുന്നത്. പിന്നെ ജതിൻ ഓൾറെഡി ഡ്രഗിന് അഡിക്റ്റ് ആയിരുന്നു. മിസ്സിസ് ആലുവലിയ സ്വന്തം മകനെ സഹായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ മകനെ സഹായിക്കുകയായിരുന്നില്ല, നശിപ്പിക്കുകയായിരുന്നു ചെയ്തതെന്ന്. പക്ഷെ സാറേ, ഇതിൽ ഇതുവരെ നയനെ ഇത്രയും ക്രൂരമായി കൊല്ലത്തക്ക രീതിയിൽ ദേഷ്യം ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി നമുക്ക് എല്ലാവർക്കും ആ കുട്ടിയുടെ ആത്മാവിന് വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേൽക്കൂ. ഹലോ ഇൻസ്പെക്ടർ സർ, നയനയ്ക്ക് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ സർ? തീർച്ചയായും നയന ആത്മഹത്യ ചെയ്തതല്ല. അതുപോലെ സംഭവിച്ചത് ആക്സിഡന്റും അല്ല, പ്ലാൻ ചെയ്ത് കൊന്നതാണ്. മിസ്റ്റർ വിരാട്, നയനെ കൊന്ന കുറ്റത്തിന് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് സാറേ? ഇവനെ പിടിച്ചോണ്ട് വാ. അല്ല സാറേ, ഞാൻ സാർ അല്ല, എന്തൊക്കെയാ പറയുന്നത്? സ്വന്തം സഹോദരിയെ ട്രെയിന് മുന്നിൽ തള്ളിവിടുന്ന സമയത്ത് കുറ്റബോധം തോന്നിയില്ലേ? ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചല്ലേ സാറേ. എനിക്ക് എന്റെ അനിയത്തെ അത്രമാത്രം ഇഷ്ടമായിരുന്നു സാറേ. അവൾ എന്റെ കൊച്ചനിയത്തില്ല സാറേ, എന്റെ മോളെ പോലെ സാറേ. പക്ഷെ ദിവസം ഓരോ വഴക്കാണ് സാറേ. എനിക്ക് വീട്ടിന്റെ അകത്തും പുറത്തും ഒരു മനസ്സമാധാനം ഇല്ല സാറേ. സാറേ, ഞാൻ അവളുടെ കൂടെ എത്ര ടൈം സ്പെൻഡ് ചെയ്തില്ല, അതൊന്നും പോരാന്ന് പറയും. ചേട്ടാ, ചേട്ടൻ വന്നോ? ആ നയന, ആ നിന്നെ കാണാൻ ഇന്നൊരാളും വന്നിട്ടുണ്ട് കേട്ടോ. ആരാ? ഇവളെന്റെ ഫ്രണ്ട് രാജശ്രീയാ. രാജശ്രീ, ഇവളാണ് എന്റെ നയന. എന്റെ അനിയത്തിയെ സ്നേഹിച്ച പോലെ ഞാൻ ഈ ലോകത്ത് വേറെ ആരും സ്നേഹിച്ചിട്ടില്ല. Hi Naina, how are you?
ആ നാളെ പറയാന്നേ. ആ ആ. ഇപ്പൊ പറ്റില്ല. അല്ല, ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന്. ആ, ഞാൻ നാളെ പറയാം. ഓക്കെ. നിനക്കെന്താ വട്ടായോ? ദിവസം മുഴുവൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കുക. എനിക്ക് തരാൻ സമയമില്ലല്ലേ? ഞാൻ 9 മണിയാകുമ്പോ എത്തോട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മള് സാറേ, ഞാൻ ശരിക്കും പേടിച്ചു പോയി സാറേ. എന്താ ചെയ്യണമെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ നയനെ കൂട്ടിക്കൊണ്ട് രാജശ്രീനെ മീറ്റ് ചെയ്യാന്നാ വിചാരിച്ചത്. കാരണം എനിക്ക് അവളില്ലാത്തൊരു ജീവിതമില്ല സാറ്. ഞാൻ എപ്പോഴൊക്കെ വീട് പൂട്ടി പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോവാണെന്ന്. അക്കാര്യത്തിൽ എപ്പോഴും ഞങ്ങൾ തമ്മിൽ വഴക്കാ സാറേ. അപ്പം രാജേശ്വരി പറഞ്ഞു, ഒന്നെങ്കിൽ ഞാൻ അവളുടെ സൈഡ് നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി സൈഡ് നിൽക്കണമെന്ന്. ഞാൻ നയനെ സെലക്ട് ചെയ്തു സാർ. അങ്ങനെ രാജേശ്വരി എന്നെ വിട്ടിച്ച് ഇറങ്ങിപ്പോയി സാർ. അതിനുശേഷം നയനയുടെ ദേഷ്യം കൂടിക്കൂടി വരികയായിരുന്നു സാർ. ഞാൻ ടോട്ടലി അപ്സെറ്റ് ആയിപ്പോയി സാർ. ഞാൻ അവളെ ഹോം ഫോർ ബ്ലൈൻഡിനെ കൊണ്ടാക്കാന്ന് പറഞ്ഞിരുന്നു. അത് കേട്ട അടുത്ത നിമിഷം തന്നെ തല്ലും വഴക്കുമായി സാർ. ഞാൻ സംസാരിക്കട്ടെ. നിനക്ക് എന്താ വേണ്ടേ? ചേട്ടൻ്റെ അടുത്തൊന്ന് തട്ടിയെടുക്കാം. ഞാൻ സംസാരിക്കട്ടെ. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി സാറ്. എനിക്ക് ശരിക്കും എന്തോ പ്രശ്നമുണ്ടെന്ന്. നീ അവളെ ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയില്ലേ? ഞാൻ അതൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു സാർ. ഞാൻ അവളെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കി അവള് എന്റെ കൂടെ വരില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോ നീ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ? അതെ സാർ. എന്നിട്ട് നീ ചണ്ഡീഗഡിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. 7-ാം തീയതി വീട്ടിൽ നിന്ന് പോയി. എന്നിട്ട് 9-ാം തീയതി നീ അവിടുന്ന് ഫ്ലൈറ്റ് കയറി തിരിച്ചെത്തി. എന്നിട്ട് നീ നിന്റെ മറ്റൊരു നമ്പറിൽ നിന്ന് നയനെ പുറത്തേക്ക് വിളിച്ചു. അതല്ലേ സംഭവിച്ചത്? എന്നിട്ട് അവളെ കൂട്ടി റെയിൽവേ ട്രാക്കിൽ പോയി. ട്രെയിൻ വന്നപ്പോൾ അതിന്റെ മുന്നിലേക്ക് അവളെ തള്ളിയിട്ടു. എന്നിട്ട് തിരിച്ച് ഫ്ലൈറ്റിൽ പോയി. ചണ്ഡീഗഡിൽ നിന്ന് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തു. 10-ാം തീയതി നീ തിരിച്ചെത്തി. നിന്റെ ആ ബ്ലൂ ഷർട്ട് അവിടെ, അതിന്റെ ഒരു കഷ്ണം നയനയുടെ കയ്യിലുണ്ടായിരുന്നു. സർ സർ അതിനെ കത്തിച്ച് കളഞ്ഞു സർ. നീ എന്നോട് പറഞ്ഞെന്താ? നിനക്ക് നയനയുടെ ഫോൺ വന്നപ്പോ നീ അവൾക്ക് വേണ്ടി ഷോപ്പിംഗ് ചെയ്തോണ്ടിരിക്കാന്ന്, അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കുകയാണെന്ന്. നിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗില്ലേ, അതൊരു മെയിൽ ഷോറൂമിന്റെ ആയിരുന്നു. അവിടെ ആണുങ്ങൾക്ക് മാത്രമുള്ള ഡ്രസ്സേ ലഭിക്കൂ, ലേഡീസിന്റെ അല്ല. പിന്നെ നിന്റെ 2-ാമത്തെ നമ്പറിൽ നിന്നുള്ള മുഴുവൻ കോൾ റെക്കോർഡ്സ് എടുത്തിട്ടുണ്ട്. നീ അത് വെച്ചല്ലേ കളിച്ചത്? ചേട്ടാ, എനിക്കിനി ജീവിക്കണ്ട. ആ യോഗേഷ് ഇല്ലേ, അവനെന്നെ ഞാൻ പറഞ്ഞു കേക്ക്. എനിക്ക് ജീവിക്കണ്ട ചേട്ടാ. നമ്മൾ പുറത്തേക്കൊക്കെ പോയിട്ട് ഒരുപാട് ദിവസമായില്ലേ. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നീ ബാക്ക് സൈഡ് ഗേറ്റ് വഴി പുറത്തേക്ക് വന്നേക്കാം, ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം. നമ്മള് രണ്ടും മാത്രമല്ലേ? അതെ, നമ്മൾ രണ്ടുപേരും മാത്രം. പിന്നെ നീ ആ ആന്റിയോടൊന്നും പറയാൻ നിൽക്കണ്ട, ഓക്കെ? ശരി ചേട്ടാ. കാര്യം അറിഞ്ഞാൽ അവര് നമ്മുടെ ഒപ്പം ഇറങ്ങാൻ നിൽക്കും. ഇന്ന് നമുക്ക് രണ്ടാൾക്ക് മാത്രം ടൈം സ്പെൻഡ് ചെയ്യാം. ശരി ചേട്ടാ. എന്നാ വാ. അതല്ലാതെ എന്റെ കയ്യിൽ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല സാർ. നയനക്ക് ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് സാർ. എനിക്ക് എന്റെ അനിയത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാറേ. അവളിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല സാറേ. എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണ് ഞാനോട് കൊന്നത്.
ഇത്രയും വലിയ ഉത്തരവാദിത്വം ചുമന്ന് വിരാടിന്റെ ഊർജം മുഴുവൻ ചോർന്നുപോയി. ഓരോ വർഷത്തിന്റെ തുടക്കത്തിലും പെങ്ങളെ സംരക്ഷിക്കാൻ സത്യം ചെയ്ത അവൻ അതേ പെങ്ങളെ ദാക്ഷിണ്യമില്ലാതെ മരണത്തിലേക്ക് തള്ളിവിട്ടു. നയനയുടെയും വിരാടിന്റെ അമ്മയച്ഛനും മരിച്ചപ്പോൾ നയന ചെറുതായിരുന്നെങ്കിലും വിരാടും അതേപോലെ ചെറുതായിരുന്നു. ഒരു സഹോദരൻ എന്ന നിലയിൽ വിരാട് സ്വന്തം തലയിൽ എടുത്തു വെച്ച ഭാരം, അതിന്റെ കുറ്റബോധം അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നു. ഒരു കുറ്റം അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. വിരാടിനെ ഈ അവസ്ഥയിൽ കാണുകയാണെങ്കിൽ പരലോകത്തുള്ള നയനയും അവന്റെ അച്ഛനും അമ്മയും ആരും സന്തോഷിക്കില്ല. ഡിപ്രഷൻ പലരെ കൊണ്ടും കുറ്റം ചെയ്യിക്കും. അതുകൊണ്ട് ശാന്തമായിരിക്കൂ, ചിന്തിച്ചിരിക്കൂ, കണ്ടുകൊണ്ടിരിക്കൂ ക്രൈം അലേർട്ട്.